ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ-പ്രവാചന പുസ്തകം 41 അധ്യായം 18 21 വാക്യങ്ങൾ. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. നിങ്ങളുടെ വ്യവഹാരങ്ങളെ കൊണ്ടുവരുവീൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു. കാനഡായിൽ ഭക്തയും വിശുദ്ധയുമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വിശുദ്ധ ആൻ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. തിരുവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും പരോപകാരപ്രദമായ പ്രവർത്തനത്തിലും അവർ ജീവിതം നയിച്ചു. 100 വയസ്സോളം അവർ ജീവിച്ചു. ആൻ്റെ ചെറുപ്പകാലത്ത് ഒരു വീട്ടുവേലക്കാരിയായി ജീവിക്കേണ്ടി വന്നു. തുച്ഛമായ ശമ്പളം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അവളുടെ യജമാനനും യജമാനത്തെയും ക്രൂരമായി അവളോട് പെരുമാറി. ഭക്ഷണം തന്നെ വേണ്ടതുപോലെ നൽകിയില്ല. വീട്ടിനുള്ളിലെ കഠിനാധ്വാനം കൂടാതെ ദിവസം തോറും വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം മുഴുവൻ 1 മൈൽ ദൂരമുള്ള കിണറ്റിൽ നിന്നും കോരി വീട് ഒരു കുന്നിന്മേൽ പണിതിരുന്നതിനാൽ കിഴുക്കാത്തൂക്കായ ഭാഗത്തുകൂടെ ചുമന്നുകൊണ്ട് വരണമായിരുന്നു. ജോലിയെല്ലാം തീർത്ത് പാതിരാത്രിയോടടുത്ത് മാത്രമേ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു രാത്രി അത്യധ്വാനം മൂലം ആൻ ക്ഷീണിതയായി. അവൾ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. മുട്ടിന്മേൽ നിന്ന് കൊണ്ട് തന്നെ യെശയ്യാ-പ്രവാചന പുസ്തകം 41 അധ്യായം വായിച്ചു. ഇന്നാം കുറിവാക്യത്തിൽ വായിച്ചു കേട്ടതുപോലെ 18 വാക്യവും 21 വാക്യവും അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അവൾ വേല ചെയ്യുന്ന വീടിന് സമീപം ഒരു കിണർ കുഴിച്ചിരുന്നു. എന്നാൽ അതിലെ വെള്ളം വറ്റി വർഷങ്ങളായി. അതൊരു പൊട്ടക്കിണറായി അവശേഷിച്ചിരുന്നു. വെള്ളത്തിൻ്റെ അത്യാവശ്യത്തെയും കിഴുക്കാന്തൂക്കായ ഭാഗത്തുകൂടെ വെള്ളം ചുമന്നുകൊണ്ട് കയറുന്ന പ്രയാസത്തെയും ഓർമ്മിച്ചുകൊണ്ട് അവൾ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ന്യായങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവളുടെ വ്യവഹാരങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. മനസ്സിന് സ്വസ്ഥത ലഭിച്ചു. അവൾ അവിടെ തന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം പ്രഭാതത്തിൽ തൊട്ടിയും കയറുമായി കിണറ്റിനരികിലേക്ക് അവൾ പോകുന്നത് ഒരാൾ കണ്ടു. നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് മറുപടിയായി, ഞാൻ ഞങ്ങളുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത് കേവലം പൊട്ടക്കിണർ ആണല്ലോ എന്ന് പറഞ്ഞു. അയാൾ കടന്നുപോയി. ആനൊട്ടും നിരാശപ്പെടാതെ കിണറ്റിൻ കരയിലേക്ക് തന്നെ അവൾ പോയി. അവൾ ആരെ വിശ്വസിച്ചു എന്നുള്ളതിന് ഉത്തമ ബോധ്യം അവൾക്ക് ഉണ്ടായിരുന്നു. അവൾ തൊട്ടി കിണറ്റിലേക്ക് ഇറക്കി. കിണറ്റിൽ 83 അടി ആഴത്തിൽ വെള്ളമുണ്ടായിരുന്നു. കാരണം വിശ്വാസത്തോടെ അവൾ പ്രാർത്ഥിച്ചതായ ആ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമരുളും എന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. പിന്നീട് ആ കിണർ ഒട്ടും വറ്റിപ്പോയിട്ടുമില്ല. പ്രിയമുള്ളവരെ, തിരുവചനത്തെ നാം ഇഷ്ടപ്പെടണം. അതിൽ അനേകം വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ന്യായങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം കൊണ്ടുവരണം. ആൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തതായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായ നന്ദിയുടെ സ്തോത്രം. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവെ, ന്യായങ്ങളെ കേൾക്കുന്നതായ ഒരു ദൈവം ഞങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പകരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒരിക്കൽ കൂടെ അവിടുന്ന് ഉറപ്പിച്ചതിനായി നന്ദിയുടെ സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.